എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ആഴ്ച ഈസ്റ്റർ ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് തരത്തിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ഇത് എളുപ്പമാണ്, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് വീട്ടിലുള്ളത് വെച്ചിട്ട് ചിക്കൻ മാത്രം വാങ്ങിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ മഞ്ഞളും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് 4 സവാള ഉണ്ട്. ഇടത്തരം സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഓൾ സ്പൈസസ്, പട്ട, ഇത് തക്കോലം, ഏലക്ക, ഗ്രാമ്പൂ, ഇത് ജാതിപത്രിയുടെ, അങ്ങനെ അത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരെണ്ണമാണ്, അത് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 4 5 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 ബേ ലീവ്സ്, ഒരു നാരങ്ങയുടെ പകുതി, കുറച്ച് മല്ലിയില. ഇത് ഞാൻ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും അത് വറുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തൈര് വേണം. പിന്നെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുങ്കുമപ്പൂ ഇട്ടിട്ട് അത് ഒരു ചോറിൽ ചേർക്കാനാണ്. നെയ്യ്, ഉപ്പ്, മഞ്ഞൾ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 4 കപ്പ്, ഈ കപ്പിൻ്റെ അളവ്, അത് 4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അരമണിക്കൂർ കുതിർത്താണ്, വെള്ളത്തിൽ കുതിർത്ത് കഴുകി വെച്ചേക്കുകയാണ്. പിന്നെ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഗ്രേവി തയ്യാറാക്കുകയാണ്. അതിനുശേഷം ഗ്രേവി ആവുന്ന ടൈമിൽ തന്നെ റൈസും കുക്ക് ചെയ്യും. ഞാൻ ഇപ്രാവശ്യം റൈസ് കുക്കറിലാണ്, ഇലക്ട്രിക് കുക്കറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പം കറക്റ്റ് ആ പരുവത്തിന് നമ്മൾ വെള്ളം വറ്റി കറക്റ്റായിട്ട് വെന്ത് ചൂടോടുകൂടി ഇരിക്കും. എന്നിട്ട് ലെയർ ചെയ്ത് ഉണ്ടാക്കുകയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് കാണാം. അപ്പം ആദ്യം ഈ പാത്രം ചൂടാക്കാൻ പോവുകയാണ്. ചൂടായി കിടക്കുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ മതി. മാക്സിമം പോയ 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഞാൻ നെയ്യ് ഇപ്പം ചേർക്കുന്നില്ല. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതെല്ലാം ഇച്ചാനാണ് സവാളയും ഇതെല്ലാം അരിഞ്ഞു തന്നത് ഇന്ന്. ഒരുപാട് ചെറുതായിട്ട് അരിയണമെന്നില്ല. ഈ ബിരിയാണിയുടെ ഗ്രേവി എന്ന് പറയുന്നത് ഈ സവാളയും ചിക്കനും കൂടെ പൊതിഞ്ഞിരിക്കുന്നതാണല്ലോ. ഇനി ഈ ഓൾ സ്പൈസസ് ഉണ്ടല്ലോ, ഈ പട്ട ആദ്യം ഇടാം. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒന്ന് എണ്ണയിലിട്ട് മൂത്തിട്ട് വേണമായിരുന്നു ഇടാൻ. ഞാൻ ഉള്ളി ആദ്യം ഇട്ടുപോയി. എങ്ങനെയായാലും കുഴപ്പമില്ല, മണം കിട്ടും കേട്ടോ. 2 3 4 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട ഇട്ടു. ഇനി ഒരു 3 കഷ്ണം ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, തക്കോലത്തിൻ്റെ ചെറിയൊരു പീസ്. ഇതിൻ്റെ കൂടെ കിടന്ന് വഴലുമ്പം മണം കിട്ടിക്കോളും, കുഴപ്പമില്ല. അങ്ങനെ സവാളയും ഹോൾ സ്പൈസസും കൂടെ വഴറ്റുകയാണ്. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇതങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ, ഉള്ളി വഴറ്റി അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ഞാനിത് സാധാരണ ബിരിയാണിക്കകത്ത് ഉള്ളി വറുത്തിടുമല്ലോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം പ്രത്യേകിച്ച് ഇച്ചായന് വലിയ ഇഷ്ടമില്ല ഉള്ളി വറുത്തിടുന്നത്. പിന്നെ അത്രയും എണ്ണയും, നമ്മൾ ഉള്ളി വറക്കുമ്പോൾ ഒരുപാട് എണ്ണയൊക്കെ വേണമല്ലോ. അപ്പം അതും ഈ രീതിയിൽ ബിരിയാണി ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സിമ്പിളാക്കി ചെയ്യാനാണ് നോക്കുന്നത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, ഇവിടെ ചേർത്ത് വഴറ്റാം. അങ്ങനെ വലിയ സ്പൈസി അല്ല കേട്ടോ, ഇത് പച്ചമുളകിൻ്റെ എരിവേ കാണത്തുള്ളൂ. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഏകദേശം വഴണ്ടു. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ചേർക്കാം. പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ്. 4 പച്ചമുളക്, 1 തക്കാളി. ഒന്ന് ഉടഞ്ഞു കഴിയുമ്പം ബാക്കിയൊക്കെ ഇനി മഞ്ഞൾ ചേർക്കണം. ഇനി മഞ്ഞൾ ചേർക്കാം.
ഈ മഞ്ഞളിൻ്റെ കളറ് മാത്രമേ കാണത്തുള്ളൂ, മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് കൂടുതൽ ഞാൻ ഇടും, എന്നാലേ ആ കളർ കിട്ടത്തുള്ളൂ. ഇനി ഇതും ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. മഞ്ഞളും ചേർത്ത് ഇപ്പം വഴറ്റി. പിന്നെ ഈ കോഴി മഞ്ഞളും ഉപ്പും ചേർത്ത് അരമണിക്കൂറോളം മാറിനേറ്റ് ചെയ്തതാണ്. ഇനി അത് ചേർക്കണം. പിന്നെ ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും 1/2 കപ്പോളം വേണ്ടി വരും. അത്യാവശ്യം പുളി, ഒരുപാട് പുളി വേണ്ട, ഇടത്തരം പുളിയുള്ള തൈര്. ഇനി ചിക്കൻ ചേർക്കാം. തീ കൂട്ടി വെച്ചൊന്ന് ഇളക്കണം. ചിക്കന് ബിരിയാണി ആവാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചാടി വീണല്ലേ. ഇത് വലിയ പീസല്ല, ചെറിയ പീസായിട്ടാണ് ഇത് കറിക്കട്ടായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കിതാ ഇഷ്ടം. ഈ ബിരിയാണി കട്ടെന്ന് പറഞ്ഞ് വലിയ വലിയ പീസ് കിട്ടുമല്ലോ, അതാകുമ്പം ഈ മസാലയൊക്കെ പിടിച്ച് വരാനായിട്ട് ടൈം എടുക്കും. ഇതാകുമ്പം നല്ലപോലെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കും അല്ലേ. ചെറിയ പീസല്ലേ കഴിക്കാൻ നല്ലത്. നമ്മൾ അല്ല പലതരത്തിൽ ചെയ്യാം, എന്നാലും ഇതാ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് മിക്സായി ഒന്ന് ചിക്കൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറട്ടെ. അങ്ങനെ ചിക്കൻ മസാലയിൽ പൊതിഞ്ഞ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ബിരിയാണിയുടെ മസാല റെഡിയായിക്കൊണ്ടിരിക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർക്കുകയാണ്. തൈരിൻ്റെ പുളി വേണം. ഇത്ര ഇരിക്കട്ടെ, അധികം പുളിയില്ലാത്ത തൈര. ഇനി ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ഈ തൈരിൻ്റെ ഇതുമെല്ലാം കൂടെ നനവും എല്ലാം വേണ്ടി വരും. അപ്പം ആ കഷ്ണം നല്ല ഒരു ടേസ്റ്റാണ്, ഫ്ലേവറാണ്. തൈര് ചേർക്കുമ്പം ചിക്കൻ പീസസ് എല്ലാം കുറച്ചുകൂടെ ടെൻഡറാവും, പിന്നെ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ പിടിക്കും. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ അല്പം മഞ്ഞളും കൂടെ, കുറച്ചുകൂടെ ഒരു കളറിന് 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്തു. ഇനി ഒരു 1-2 കപ്പ് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കണം. ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഉപ്പൊക്കെ നോക്കുക. പിന്നെ അതിൻ്റെ വേവെന്ന് പറയുന്നത് നമ്മൾ ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ. നല്ല കളറല്ലേ, നല്ല യെല്ലോ കളർ. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം 1/2 കപ്പ് ചേർക്കാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റെങ്കിലും വേവണം. ചിക്കൻ ഗ്രേവി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റൈസ് കുക്കറാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കെന്നുള്ള ഓപ്ഷനിൽ ഇട്ടിട്ട് ഓണാക്കിയിട്ടുണ്ട്. ഇനി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കണം. ബിരിയാണിക്ക് അല്പം നെയ്യ് വേണമല്ലോ. ഇപ്പം ഞാൻ ആ ചിക്കൻ ഗ്രേവിയിൽ നെയ്യ് ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. ചൂടായി കഴിയുമ്പോൾ ബാക്കിയിരിക്കുന്ന ഈ ഹോൾ സ്പൈസസ് ഇടണം. ബേ ലീവ്സ് 2 ഉണ്ട്, അതിടണം. അതിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അരിയിട്ട് ഇതിനകത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്യും.
അപ്പം ഈ റൈസ് കുക്കർ ഇല്ലയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ബിരിയാണി പോട്ടുണ്ടല്ലോ, അതിനകത്ത് ഇതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും എല്ലാം വഴറ്റിയിട്ട് അരിയും വറുത്ത് വെള്ളം ഒഴിച്ച് വേവിക്കുക. അത് തന്നെയാണ് നല്ലത്. ഇതിപ്പം ഞാനിതിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ചൂടായി വരുന്നു. ഇനി ഇതിലേക്ക് 2 ബേ ലീവ്സ് എടുത്തു വച്ചിരിക്കുന്ന ഇടുകയാണ്. ഇനി ഈ പട്ടയും ഇതെല്ലാം, ഏലക്ക ഞാനൊന്ന് ഇങ്ങനെ പൊളന്ന് വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി ഇതെല്ലാം ഇടുന്നുണ്ട്. അവസാനം ചോറ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബേ ലീവ്സൊക്കെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കണ്ടോ, കാണാമല്ലോ അത് പൊട്ടുന്നത്. ഇനി അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. ആ മിക്സായി സ്പൈസസുമായിട്ടൊക്കെ ഒന്ന്. ഇതിപ്പോൾ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1.5 കപ്പ് 1 ഗ്ലാസ് അരിക്കെന്നുള്ള രീതിയിൽ ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് 6 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പം ചൂടുവെള്ളം ഒഴിക്കുകയാണ്. 1 2 3 4 5 5.5 ഒഴിക്കാം. 6 വേണ്ട. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പാലും ഇത് കുങ്കുമപ്പൂ ഇട്ട് ഒഴിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം കൂടിപ്പോയി വെന്ത് പോയാൽ പിന്നെ പ്രശ്നമാവും. അപ്പം വേവ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ, ചോറ് നമ്മൾ ഇതിപ്പം ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. നോക്കട്ടെ, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ മുന്നിട്ട് നിൽക്കണം. എന്നുവെച്ചാൽ ചോറ് വെന്ത് കഴിയുമ്പോൾ പിടിക്കണ്ടേ ഉപ്പ്. ഉപ്പ് നോക്കട്ടെ. ഒരു അല്പം കൂടി ഇടാം. അപ്പോൾ ഉണ്ട്, എന്നാലൊരു ശകലം കൂടെ. പിന്നെ ഇടുമ്പോൾ ചിലപ്പോൾ പിടിക്കത്തില്ല. ഇത്രയും കൂടെ ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ടു. ഇനി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. അര നാരങ്ങ എടുത്ത് വച്ചേക്കുന്നത്. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നാരങ്ങ നീര് ഒഴിക്കുന്നത്. പിന്നെ ആ പുളിപ്പ് ചോറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നാരങ്ങയുടെ നീര്, കുരു വീഴാത്ത രീതിയിൽ. ഇനി മിക്സ് ചെയ്തിട്ട് അടയ്ക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് കുക്കായി കഴിയുമ്പോൾ ഓഫാവും. എന്നിട്ട് വാം എന്നുള്ള ഓപ്ഷനിലേക്ക് കിടക്കും. അങ്ങനെ നാരങ്ങ നീരും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇത് അടയ്ക്കുകയാണ്. നമുക്ക് ഈ വെള്ളം വറ്റി കഴിയുമ്പോഴാണ് ആ ചോറിൻ്റെ പരുവം. 1/4 കപ്പ് പാലിൽ ഞാൻ കുങ്കുമപ്പൂ ഇടാൻ പോവാണ്. അത് കണ്ടോ, പ്രൊഡ്യൂസ് ഓഫ് കാശ്മീർ. എൻ്റെ അനിയൻ കാശ്മീരിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല പ്യുവർ സാധനമാണ്. അത് കുറച്ചിട്ടാൽ മതി. ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫ്ലേവർ, ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു സ്റ്റൈല് വരും. അപ്പം ഇതൊന്ന് ഇളക്കി വെക്കുക. അപ്പോഴത്തേക്കും ഇത് റൈസായി കഴിയുമ്പോൾ നമുക്ക് അവസാനം ഒഴിച്ചു കൊടുക്കാനാണ്. ഏകദേശം 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി ഓഫായി. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ആവി പറക്കുന്ന റൈസിൻ്റെ വലിപ്പം കണ്ടോ. അയ്യോ, ആവി ചോറ് വെന്തിരിക്കുന്നത് കണ്ടോ. ഒട്ടാതെ നല്ല ഇത്. ഇനിയിപ്പം ചൂടോടെ ആകുമ്പം നമ്മൾ ഇളക്കിയാൽ കുഴഞ്ഞു പോവും. ഇപ്പം കറക്റ്റ് വേവിൽ നിൽക്കുകയാണ്.
ഇനി നമ്മൾ ആ ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ലെയർ ചെയ്തിട്ട് പിന്നെ ഇതൊന്നുകൂടെ ഇടും. അപ്പോൾ ഒരല്പം കൂടെ വീണ്ടും വേവും. അതുകൊണ്ട് ഈ വേവിൽ കിടക്കുന്നതാണ് നല്ലത്. നമ്മൾ 5.5 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചേ, 6 കപ്പ് ഒഴിച്ചില്ല. ഇനി പാലും ഒക്കെ ഒഴിക്കണമല്ലോ, പിന്നെ ചിക്കൻ്റെ ഗ്രേവിയുടെ അല്പം വെള്ളവും കൂടെ കാണും. അപ്പോൾ കറക്റ്റ് ആവും. ഇനി അടക്കിയാണ് ഇനി ചിക്കൻ്റെ പരുവം നോക്കാം. ചിക്കൻ അങ്ങനെ ഗ്രേവിയിൽ കിടന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സ്വീറ്റ്നെസ്സും പുളിപ്പും എരിവും എല്ലാം കാണും. പിന്നെ ഗരം മസാലയുടെ ടേസ്റ്റും. ഗരം മസാല പൊടിച്ച് ചേർത്താൽ ഈ കളർ കിട്ടത്തില്ല, ഇച്ചിരി ഇതായിപ്പോവും. അതുകൊണ്ടാണ് ഈ ഓൾ സ്പൈസസ് ആയിട്ട് തന്നെ ഇടുന്നത്. ഒരല്പം കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിനി ഇത് ചോറും കൂടെ ചേർത്ത് ലെയർ ചെയ്യാം. ഇത് തുറന്ന് ചോറ് കുറേ ഇതിനകത്തോട്ടേക്ക് മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ട് നമുക്ക് ലെയർ ചെയ്യണമെങ്കിലേ മാറ്റിയാലല്ലേ ഒപ്പുള്ളൂ. ചെറിയ ചൂടോടുകൂടി തന്നെ മാറ്റാൻ പോവുകയാണ്. ഒരുപാട് അങ്ങിട്ട് ഇളക്കിയെടുക്കരുത്, പതുക്കെ എടുക്കണം. നെയ്യിൽ കിടന്ന് വെന്തേൻ്റെ മണവും ഓൾ സ്പൈസസിൻ്റെ മണമൊക്കെ ഉണ്ട്. ഈ ബിരിയാണി ഇത് വെച്ച് വരുമ്പം 6 പേർക്കെങ്കിലും കഴിക്കാൻ കാണും എന്തായാലും. കണ്ടോ കൺസിസ്റ്റൻസി കണ്ടോ കറിയുടെ? കുറച്ചുകൂടെ കുറുകി, അല്പം ചാറുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാൻ ടൈമായി. കഷ്ണങ്ങളൊക്കെ വെന്തു, ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ, അത് ലെയർ ചെയ്യുമ്പം അതിൻ്റെ ചോറിൽ പിടിക്കും. ചോറ് 3/4 വേവിലായിരിക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് ലെയർ ചെയ്യാനായിട്ട് എടുക്കാം. പീസസോടുകൂടി ഇതെങ്ങനെ ലെയർ ചെയ്യുകയാണേ. മഞ്ഞ കളറ്, മഞ്ഞളിൻ്റെ കളറൊക്കെ ഇതിലോട്ട് ചോറിലോട്ട് പിടിക്കും. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യും. താഴോട്ട് ഉള്ള ചോറിലേക്ക് ഇതിൻ്റെ ഗ്രേവി പിടിക്കും. നല്ല ചൂടാണ്. ഇനി ബാക്കി കുറച്ച് ചോറിട്ട് കൊടുക്കാം. കുറച്ച് ചോറിട്ടല്ലോ, ഇനി കൂമപ്പാൽ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. 2-3 ടേബിൾ സ്പൂൺ. ബാക്കി അവസാനം. ആ അതെ. ഇനി മല്ലിയിലയും കൂടെ ഒന്ന് തൂവി കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ. ഈ കുങ്കുമപ്പൂ ഇട്ട പാലും മല്ലിയിലയൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചിക്കനും ആ ഗ്രേവി മൊത്തം ഞാനിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ പാത്രം നിറച്ച് ബിരിയാണിയാണ്. ഇനി ചോറ് മുകളിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ചോറ് മുകളിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയിരിക്കുന്ന കുങ്കുമപ്പൂ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. അതിൻ്റെ കളർ എന്ത് നല്ല കളറല്ലേ. ഇനി ബാക്കി കുറച്ച് മല്ലിയില ഇരിക്കുന്നതും കൂടെ ഇടുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ചിക്കൻ്റെ ഗ്രേവിയും ചോറുമായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് വീണ്ടും പ്ലഗ് ഓൺ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണാൻ നേരത്ത് അത് തുറന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ അത് വറുത്ത് വെച്ചിരിക്കുന്നതും മുട്ട പുഴുങ്ങിയതും എല്ലാം സൈഡിൽ വെച്ചിട്ട് കഴിക്കും. പിന്നെ സാലഡും പപ്പടവും അച്ചാറും നാരങ്ങ അച്ചാറും, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി വിളമ്പിയാൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ
നെയ്യ് അല്പം ഒഴിച്ച് കൊടുക്കുകയാണേ, ഒരു മണം കിട്ടാനായിട്ട്. 2 ടീസ്പൂൺ നെയ്യ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്യുന്ന വെച്ചാൽ അങ്ങ് ഒരുപാട് മിക്സ് ചെയ്യുന്നില്ല. ഇത് ഈ ചിക്കനുമായിട്ട് ചേർത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കുകയാണ്. കണ്ടോ, ചിക്കൻ പീസസ് കാണാവോ? കണ്ടോ, ഗ്രേവിയിൽ പൊതിഞ്ഞ് ചോറും ചിക്കനും ഒക്കെ ആയിട്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ മൊത്തം അങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ എല്ലാം കുറേ വൈറ്റായിട്ടും ചോറിൻ്റെ കളറും പിന്നെ മഞ്ഞ നിറവും അങ്ങനെ ഇരിക്കും. ഇതാണ് ഞാൻ സ്ഥിരം വയ്ക്കുന്ന ബിരിയാണി. പിന്നെ അല്ലാതെയും പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിനി ചെയ്യാം. കുങ്കുമപ്പൂവിൻ്റെ കളറും ഒക്കെ ഇടയ്ക്ക് കാണാം. ഇനി കാഷ്യൂസും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യണം. ചോറ് കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഒരുപാടങ്ങ് ഇളക്കാതിരുന്നാൽ മതി, അപ്പോഴേ കുഴയത്തുള്ളൂ. പിന്നെ കറക്റ്റ് വേവാണെങ്കിൽ കുഴയത്തില്ല. കാണുന്നുണ്ടോ? കണ്ടോ, ചിക്കൻ പീസസും ചോറും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അങ്ങനെ പുഴുങ്ങിയ മുട്ടയും ഞാൻ ഇത് കാണാൻ ഭംഗിക്കാണ് ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് ഇങ്ങനെ ചെയ്തു. ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും മുകളിൽ ഇടുകയാണ്. ഇനി മല്ലിയിലയും തൂവി, വേണമെങ്കിൽ നമുക്ക് മിൻ ലീവ്സ് ഇട്ടും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി മല്ലിയില അല്പമേ ഉള്ളൂ ബാക്കി. അത് ഈ ഈസ്റ്ററിന് എല്ലാവരും ഈ രീതിയിൽ തന്നെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കുക. വളരെ ഇഷ്ടപ്പെടും. ഞാൻ അതിൻ്റെ കൂടെ ലെമൺ പിക്കിളും പപ്പടവും റെയ്ത്തയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എളുപ്പമല്ലേ തയ്യാറാക്കാൻ? എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അലക്സഞ്ജന വ്ളോഗ്സ്. ടാറ്റാ, ബൈ.